ഇന്ന് അമ്മച്ചൻ മരിച്ചിട്ട് 6 വർഷമാവുകയാണ് കേട്ടോ. അപ്പോൾ അമ്മച്ചൻ്റെ ആണ്ടായിരുന്നു. അങ്ങനെ അധികം ആരുമില്ല, ഞങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വല്യമ്മയും വല്യമ്മേൻ്റെ മോള് എൻ്റെ ചേച്ചിയുണ്ട്. അങ്ങനെ ഞങ്ങൾ തന്നെയാണ് കേട്ടോ. ഇത് എല്ലാ കൊല്ലവും നേർച്ച കൊടുക്കുന്ന കേട്ടോ അമ്മമ്മയ്ക്കും അമ്മച്ചനൊക്കെ. അപ്പം അമ്മച്ചൻ മരിച്ച സമയത്ത് ഞാനും അമ്മയൊന്നും നാട്ടിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് വരാനും പറ്റിയില്ല. കൊറോണേൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നാട്ടിൽ വന്നാലും ഗൾഫിൽ നിന്നൊക്കെ വന്നാൽ ക്വാറൻറ്റൈൻ ഇരിക്കണം എന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും വരാനും പറ്റിയില്ല, കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ നേർച്ച കൊടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഇതൊക്കെ കഴിക്കുന്ന ഫുഡ് അതൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇതിപ്പോൾ അമ്മച്ചൻ്റെ ആണെങ്കിലും അമ്മച്ചന് മാത്രമായിട്ട് വെക്കില്ല, അല്ലാതെ മരിച്ച നമ്മുടെ കുടുംബത്തിലെ മരിച്ച വേണ്ടപ്പെട്ടവരില്ലേ അവർക്കെല്ലാം കൂടെ കണക്കാക്കിയിട്ടാട്ടോ ഇല വെക്കുന്നത്. പിന്നെ അമ്മച്ചനുണ്ട്, അമ്മമ്മയുണ്ട്, പിന്നെ എൻ്റെ മാമനുണ്ട്. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതൊക്കെ വെക്കും. ഞങ്ങൾ ഓരോ ഐറ്റം ഓരോ ആളായിട്ട് വെച്ചതാട്ടോ. അമ്മച്ചന് നേന്ത്രപ്പഴം എപ്പോഴും കഴിക്കുമായിരുന്നു, അതുകൊണ്ട് ഞാൻ നേന്ത്രപ്പഴമായിരുന്നു വാങ്ങിയത്. അപ്പോൾ ഞാനതാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ചില സമയത്തൊക്കെ ഒരുപാട് ആളെ വിളിച്ചിട്ട് കഴിക്കും. ഇത് പിന്നെ വർഷത്തിലും അങ്ങനെ ആയതുകൊണ്ട് ഇന്ന് അങ്ങനെ എല്ലാവരെയും വിളിച്ച് കഴിച്ചിട്ടില്ല. ഇന്ന് രാവിലെ അമ്മയും പിന്നെ ചേച്ചിയും വല്യമ്മയും ഒക്കെ ഒരു പുണ്യകാവ് എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്, അവിടെ പോയിട്ട് ബലിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മച്ചന് വേണ്ടിയിട്ട് ഓർഫണേജിൽ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. കാപ്പാട് ഒരു ഓർഫണേജ് ഉണ്ട്, കനിവ് എന്ന് പറഞ്ഞാൽ, അവിടെ കൊടുക്കും. ചേച്ചി അറിയാം, അവളുടെ കെയർ ഓഫിൽ കൊടുക്കുന്നതാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുവൈത്തിലുള്ള സമയത്ത് അവിടെ ഇതേപോലെ ചെറുതായിട്ടൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുക. എല്ലാം നമ്മുടെ ഒരു വിശ്വാസങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവർക്കെല്ലാം വെച്ച് കൊടുത്തിട്ട് അരിയും പൂവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടിട്ട് നമ്മൾ അവിടുന്ന് ലൈറ്റൊക്കെ ഓഫാക്കി ഇറങ്ങും. എന്നിട്ട് നമ്മൾ പുറത്തോ എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് അതിന് ശേഷം അത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഞങ്ങൾ അതെല്ലാം വെച്ചിട്ട് പുറത്തിരുന്ന് കുറച്ച് നേരം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങനെ ഡോറ് മുട്ടി അകത്ത് കയറി പിന്നെ അതെടുക്കും. അതോടെ കഴിഞ്ഞു കേട്ടോ. അതെല്ലാം ഞങ്ങൾ വർഷങ്ങളായി ചെയ്തു വരുന്നതാട്ടോ. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയുള്ളായിരുന്നു കേട്ടോ. ഓക്കെ, ബൈ.